Hello, my dear students. Welcome back to EduPod. This is me, your Shavizer. Ready അല്ലേ മക്കളെ? സാർ ഇന്ന് എന്താ സാർ എടുക്കാൻ വേണ്ടി തമ്പനയിലൊക്കെ കണ്ടുണ്ടാവില്ലേ നിങ്ങൾ? ഡയറി സാറേ എങ്ങനെ എഴുതുക സാർ? നോ വറി, ബി വിത്ത് മീ, ഐ ക്യാൻ ടീച്ച് യു ബ്യൂട്ടിഫുള്ളി. ഡയറിക്ക് നമുക്ക് എത്ര മാർക്കാടാ? SSLCക്കും അല്ലെങ്കിൽ എല്ലാ എക്സാമിനും ഡയറിക്ക് എത്ര മാർക്കാണ് പറ? 5 മാർക്ക്. എത്ര മാർക്കാ? 5 മാർക്ക്. എങ്ങനെ നമുക്ക് നേടാം? ഡയറി എഴുതുന്ന സമയത്ത് ആസ് യു നോ ഒബ്വിയസ്ലി നമ്മളൊരു ബോക്സ് വരക്കും അല്ലേ? ഒരു ബോക്സ് മനോഹരമായിട്ടുള്ള ഒരു ബോക്സ് എന്ത് ചെയ്യണം? ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞാവരുത് കേട്ടോ, മനോഹരമായ ഒരു ബോക്സ് ആയിരിക്കണേ, ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ ഒരു മനോഹരമായ ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. അപ്പോൾ ചില ടീച്ചേഴ്സ് ബോക്സ് വരക്കൽ നിർബന്ധമില്ല എന്നൊക്കെ പറയും. അങ്ങനെ നിർബന്ധമില്ല, ഇവന് നിർബന്ധമില്ല. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടി, ഒരു ഭംഗി എന്താണ് ഒരു ബോക്സ് ഒക്കെ വരക്കുമ്പോൾ നമുക്ക് കുറേ സ്പേസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇവിടെ ഒഴിവാക്കിയിട്ട് നമ്മൾ പേജ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് നിറക്കാൻ പറ്റും. ഇറ്റ്സ് ബെറ്റർ ടു ഗിവ് എ ബോക്സ് ഫോർ ദ ഡയറി. ഓക്കെ, ഡയറിക്ക് ബോക്സ് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഡയറിയിൽ നിന്ന് നമ്മൾ ഹെഡിങ് എഴുതി. ഹെഡിങ് എന്ന് നമ്മൾ എന്തെങ്കിലും പറ ഡയറി. ദെൻ ഇവിടെ നമ്മളൊരു ഡേറ്റ് കൊടുക്കും. ഈ ഡേറ്റ് 16/2/2023 അല്ലേ? 23 അത് കഴിഞ്ഞോ ഡേറ്റ്? കഴിഞ്ഞല്ലോ അല്ലേ? അപ്പം ഇനി 24 കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു ഡേറ്റ് കൊടുക്കുക. ഈ ഡേറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മൈ ബർത്ത്ഡേ ആണത്. അത് അതിലല്ല 1991 ആണ്. ബട്ട് അങ്ങനത്തെ ഒരു ഡയറി കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ? മൺഡേ അങ്ങനെ ഒരു ഡേ ഇവിടെ കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ചില ടീച്ചേഴ്സ് ഇവിടേക്കാരും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ? നോ വഴി, എവിടെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഏതൊരു ഡയറിക്കും ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ആണ്. അപ്പോൾ ഒന്നുകിൽ അവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. നോ വഴി കേട്ടോ, ശ്രദ്ധിച്ചോളൂ. അടുത്തത്, ഏത് ഡയറി ആണെങ്കിലും നമുക്ക് ഈ ഫോർമാറ്റ്. ഡോക്ടർ എഴുതിയാൽ ഈ ഫോർമാറ്റ്, ഇനി അതിൽ സത്യത്രായി എഴുതിയാൽ ഈ ഫോർമാറ്റ്. നമ്മൾ പഠിക്കുന്ന മാർത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് പഠിക്കുന്നുണ്ട്. ആര് ഡയറി എഴുതുകയാണെങ്കിലും ഈ ഫോർമാറ്റ്. റെഡി? നോക്കിക്കോളൂ. ഇറ്റ് വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അത്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് അല്ലേ? എൻ്റെ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. സങ്കടമാണെങ്കിൽ അത്, സന്തോഷമാണെങ്കിൽ അത് കേട്ടോ. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ അല്ലേ? സന്തോഷമാണെങ്കിൽ പറ വണ്ടർഫുൾ, ദുഃഖമാണെങ്കിൽ പറ സാഡസ്റ്റ് ഡേ വിച്ച് ഐ ഹാവ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ് അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ആ ദിവസം. ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്താണെന്നറിയോ? അനുഭവം എന്താണെന്നറിയോ? ഫസ്റ്റ് പേഴ്സൺ ആക്കി ചോദ്യത്തിൽ നിന്ന് എഴുതിയെടുക്കുക തുടങ്ങുക എന്ന്. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ എൻകൗണ്ടേർഡ് വിത്ത് എ സ്നേക്ക് എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ചോദ്യം ഉണ്ടാവല്ലേ അല്ലേ? ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ് ഐ എൻകൗണ്ടേർഡ് വിത്ത് എ സ്നേക്ക് എന്ന് പറഞ്ഞിക്കാണ്ട് ആ ഡോക്ടർ എന്നുള്ള പറയുന്ന സാധനം എന്താക്കേണ്ടി പറ? ഐ എന്നാക്കേണ്ടി വരും. പറഞ്ഞു മനസ്സിലാകണ്ടോ? സത്യത്രായി അല്ലേ? സത്യത്രായി എന്തിനു പോയി? ഷൂട്ടിങ്ങിന് പോയി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ സത്യത്രായി എന്നുള്ള എന്താക്കേണ്ടി പറ? ഐ എന്നാക്കേണ്ടി വരും. അങ്ങനെ ഐ എന്നാണ് തുടങ്ങുക. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ നൈസ് 2-3 വരി എഴുതിയേക്കാൻ പറ്റും. മനസ്സിലാകണ്ടോ മക്കളെ? ഹിൻസയിൽ ഉണ്ടാവില്ലേ? ആ ഹിൻസൊക്കെ എലാബറേറ്റ് ചെയ്താ. എന്നിട്ട് ലാസ്റ്റോ ലാസ്റ്റ് ആട്ടോ, ഇവിടെ അത്യാവശ്യം ഒരു 4-5 വരികൾ എഴുതി കൊടുക്കണം കേട്ടോ. വിഷയം എഴുതി കൊടുക്കണം കേട്ടോ. 5 വരി എഴുതി കൊടുക്കണം. എന്നിട്ടോ ആസ് ഐ ആം ടു ടയേർഡ്, ഞാൻ വളരെ ക്ഷീണിതനായ കാരണത്താൽ ഐ കാണ്ട് ഈവൻ മൂവ് മൈ പെന്ന്. തളർന്ന് എൻ്റെ പേന ചലിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. പച്ച നുണയാണ് ഈ പറയേണ്ടത്, കള്ളാണ് ഈ പറയുന്നത്. ഐ ഫീൽ സ്ലീപ്പി, എനിക്ക് ഉറക്ക് വരുന്നുണ്ട് കേട്ടോ. ഐ വിൽ റൈറ്റ് മോർ അബൌട്ട് ദിസ് ബാക്ക്. ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ വിശദമായിട്ട് എഴുതിക്കൊണ്ട് എൻ്റെ ഡയറിന്നല്ലേ എനിക്ക് തോന്നിയ മാതിരി എഴുതിക്കാമല്ലോ അല്ലേ? ഐ സ്റ്റോപ്പ് മൈ റൈറ്റിംഗ്. ഞാൻ എഴുത്ത് നിർത്തുകയാണ്. ഐ പ്രേ ടു ഗോഡ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ടു ഗ്രാൻഡ് മീ എ വണ്ടർഫുൾ ടുമോറോ, നല്ലൊരു നാളെനെ തരാൻ. നല്ലൊരു നാളെ. ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ, നാളെ നല്ലതാവട്ടെ. അപ്പം ഇന്ന് സന്തോഷമാണെങ്കിലോ കുഴപ്പമില്ല, നാളെ അതുപോലെ തന്നെ നല്ല ഉഷാറാവട്ടെ. പറഞ്ഞു മനസ്സിലാവണം മക്കളെ? ഇത് എഴുതി വെച്ചാൽ നടുവിൽ ഇച്ചിരി നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ 5 മാർക്ക് ഉറപ്പല്ലേ? എന്തിന് സ്കിപ്പ് ചെയ്യണം മൈ ഡിയർ സ്റ്റുഡൻസ്? സോ ദിസ് ഈസ് മീ യുവർ ഷാഫിസ സൈനിങ് ഓഫ്. ബൈ.